കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ ഈ ജീവന്റെ വചനമായി, വിശുദ്ധ വചനമായി, ആമേൻ, ജീവന്റെ സാക്ഷിയായി യേശുക്രിസ്തുവിന്റെ തിരുസന്നിധിയിൽ നിൽപ്പാനായിട്ട്, നിങ്ങളുടെ മധ്യത്തിലായിരിക്കാനായിട്ട് ഇളവനായി എന്നെ സഹായിക്കുന്ന സർവ്വകൃപാലുവായ എൻ്റെ ദൈവത്തിന്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ വാഴ്ത്തപ്പെട്ട കർത്താവായ എൻ്റെ യേശുക്രിസ്തുവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശ്രേഷ്ഠ ദൈവസഭയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനം വന്നിരിക്കാനായിട്ട് എനിക്ക് ഇടവരുത്തി തന്ന എൻ്റെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് മുഖാന്തരമായി തീർന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിക്ടർ ജോർജും കുടുംബത്തിനും, തൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി കുഞ്ഞുമ്മ സിസ്റ്റർക്കും, തൻ്റെ ഓമന കുഞ്ഞുങ്ങൾക്കും, വിശേഷാൽ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് സിയാറ്റിൽ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയ്ക്കും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നിരന്തരമായി നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും മുൻപോട്ടും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ജീവിതത്തിന്മേൽ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ദൈവജനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കും. നമ്മുടെ എല്ലാവരുടെയും ആമേൻ പരിപാലകനും സൃഷ്ടാവും നമ്മളെ കൺമണി പോലെ കാക്കുന്നവനുമായ ആ ശ്രീ യേശുനാഥൻ്റെ ദിവ്യസന്നിധിയിൽ ജീവന്റെ വചനമായി നമുക്കൊരിക്കൽ കൂടി ആയിരിക്കാം. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വേദവചന ഭാഗം നിങ്ങളുടെ മധ്യത്തിൽ വായിച്ച് കേൾപ്പിച്ച് അല്പം ചില ദൈവവചന ആലോചനകൾ നിങ്ങളോട് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിപ്പാൻ ഞാൻ ശരണപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് 84 സങ്കീർത്തന വേദഭാഗം അതിൻ്റെ 11 വാക്യം ഒന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മനോഹരമായ ഒരു കീർത്തനമാണ് സാംസ് 84, 84 സങ്കീർത്തനം. അതിൻ്റെ 11 വേദഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഇന്ന് രാവിലെ ഈ സത്യവചനത്തിന് മുമ്പാകെ നമുക്ക് സമ്പൂർണമായി നമ്മെ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. നാം വായിച്ച് കേൾക്കപ്പെട്ട ഈ ജീവന്റെ വചനം നമുക്ക് വിടുതലായി തീരട്ടെ, ശക്തിയായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ, അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച് കേട്ടത് യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പ്രഘോഷിപ്പിക്കുന്ന ഒരു വലിയ വിലപ്പെട്ട വാഗ്ദത്ത സത്യം: നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. എൻ്റെ ചിന്താവിഷയം യഹോവയായ ദൈവം സൂര്യനും പരിചയം എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ സൈഡായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ വായിച്ച് കേട്ടത് നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് പല ചിന്താഭാരങ്ങൾ കടന്നു വരാറുണ്ട്. എൻ്റെ നന്മയെ തടയുന്നത് ആരാണ്? എൻ്റെ നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ്? എൻ്റെ നന്മകളെ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്ന പോരാട്ടം എവിടെ നിന്നാണ് കടന്നു വരുന്നത്? എന്നാൽ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവിക സത്യം: നമ്മുടെ നന്മകളെ തടയുവാൻ, നേരോടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ നന്മയെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അല്പസമയത്തേക്ക് കാലതാമസങ്ങൾ വരുത്താൻ ഒരുപക്ഷെ ശത്രുവിന് ശ്രമിച്ചു എന്ന് വരാം. എങ്കിലും തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നേരോടെ നടക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്മയൊന്നും മുടക്കം വരുത്താതെ അത് കൃത്യതയോടെ നൽകിത്തന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശേഷാൽ നാം വായിച്ചു കേൾക്കുമ്പോൾ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിൻപറ്റുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. ഒരിക്കലും ഒരു തിന്മയും നമുക്ക് ഭവിക്കുകയില്ല എന്ന് തിരുവചനത്തിൽ നാം കാണുന്നു, കേൾക്കുന്നു. അതിലുപരിയായി എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെയും നാം തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിപ്പാൻ, ദുഷിക്കുന്നവർ കണ്ട് ലജ്ജിപ്പാൻ, നിന്ദിക്കുന്നവർ കണ്ട് ലജ്ജിപ്പാൻ, നന്മയ്ക്ക് ഒരടയാളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ആ വലിയ ആത്മദാഹമുള്ള ഹൃദയത്തെ സർവശക്തനായ ദൈവം കണ്ട് അറിഞ്ഞ് തക്ക സമയത്ത് നന്മയുടെ അടയാളങ്ങൾ ഒരുക്കി അവനെ വിടുവിക്കുന്നതും സഹായിക്കുന്നതും മാനിക്കുന്നതുമായ അനേക തിരുവചന ഭാഗങ്ങൾ, നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന അനേക തിരുവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് രാവിലെ കർത്താവിനെ പരിമേൽപ്പിച്ചിരിക്കുന്ന ആ ദൈവിക സന്ദേശത്തിലേക്ക് കടക്കുന്നുകൊണ്ട് ഞാൻ ആ നന്മയോടുള്ള ബന്ധത്തിൽ ഞാൻ തൽക്കാലം ബ്രേക്ക് ചെയ്ത് പറയട്ടെ: യഹോവയായ ദൈവം സൂര്യനും പരിചയവും ആകുന്നു.
ഇന്ന് രാവിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നാം ആരാധിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിന് ദൈവവചനത്തിൽ വിശുദ്ധ ബൈബിളിൽ അനേക വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അവൻ എൻ്റെ പാറയാണ്, അവൻ എൻ്റെ രക്ഷയാണ്, അവൻ എൻ്റെ കൊമ്പാണ്, അവൻ എൻ്റെ ഗോപുരമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ സങ്കേതമാണ്. ഇങ്ങനെ നൂറ് കണക്കിനുള്ള സ്തോത്രം വർണ്ണനകൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം വായിച്ചു കേട്ടത് എൻ്റെ യേശു, എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ അരുമനാഥൻ, അവൻ എൻ്റെ സൂര്യനാണ്, അവൻ എൻ്റെ പരിചയമാണ്. പ്രിയമുള്ളവരെ, ഈ രാവിലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം ഞാൻ എത്തിപ്പാൻ ആഗ്രഹിക്കുന്നത് സൂര്യനായ ക്രിസ്തു, നീതി സൂര്യനായ ക്രിസ്തു. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടപ്പാൻ നമുക്ക് ഏവർക്കും അവിടുന്ന് കൃപ ചൊരിയുമാറാകട്ടെ. നാം പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസും യാക്കോബും യോഹന്നാനും ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ മനോഹരത്വം അവരുടെ നടുവിൽ, ആ മറുരൂപ മലയിൽ തന്നെ വെളിപ്പെടുത്തിയ ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് അവർ കണ്ടു എന്ന്. പ്രൈസ് ദി ലോർഡ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന താൻ ഏറ്റവും അധികം സ്നേഹിച്ച, തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, താൻ ഏറ്റവും കൂടുതലായി തൻ്റെ ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച അരുമനാഥനായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ആ മറുരൂപ മലയിൽ, ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ദിവ്യ ദർശനം, തൻ്റെ ദിവ്യ ദർശനം, തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദര 10,000 സുന്ദരനായ എൻ്റെ കർത്താവിൻ്റെ ആ സ്വർഗീയ രൂപം അവിടെ വെളിപ്പെടുത്തിയപ്പോൾ അവിടുത്തെ കർത്താവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗം നാം ഇങ്ങനെ കാണുന്നു, അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയൊരു വിഷയം, കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ രംഗപ്രവേശനം ചെയ്തപ്പോഴോ, യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട സമയത്തോ, മറ്റ് പല സന്ദർഭങ്ങളിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിടത്തോ, 10,000 ജനങ്ങൾ തന്നെ അനുഗമിച്ച വേളകളിലോ ഒന്നും തൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ച് ജനത്തിന് നടുവിൽ വെളിപ്പെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആകെ 3 വ്യക്തികൾ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ അടച്ചിട്ടൊരു മുറി എന്നതുപോലെ ഒരു തുറസായ സ്ഥലത്ത് ഇവർ മാത്രം തനിയെ ശേഷിക്കുമ്പോൾ ഇവരുടെ നടുവിൽ കർത്താവിൻ്റെ ആ ദിവ്യ മഹത്വം താൻ വെളിപ്പെടുത്തുകയാണ്. ആ സമയത്താണ് തൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന കാഴ്ച നാം കാണുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് ദൈവസാന്നിധ്യം കൂടുതൽ വെളിപ്പെടുന്നത്, വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് ദൈവസാന്നിധ്യ ശക്തിയോടെ വ്യാപരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് പഠിപ്പിച്ച ഒരു വലിയ ദൈവിക സത്യം, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും എന്നരുളിച്ചവനായ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി കുമ്പിടുവാൻ കൃപ ലഭിച്ച ദൈവജനമേ, ആൾക്കൂട്ടത്തിന് നടുവിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടും, നിശ്ചയമായും അത് സത്യമാണ്. എന്നാൽ തനിച്ച് പാർക്കുമ്പോൾ, നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ 2-3 പേരുമായി ആത്മാർത്ഥമായി ഹൃദയം പങ്കുവെച്ച് ഒരുമിച്ച് അരുമനാഥന്റെ മുഖമന്വേഷിപ്പാൻ കടന്നു വരുന്ന വേളകളിൽ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പത്മോസിന്റെ ദ്വീപില് വിശുദ്ധ യോഹന്നാൻ താൻ ഏകനായി ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ, നൊമ്പരങ്ങളുടെ, തകർച്ചകളുടെ അല്ലെങ്കിൽ നിരാശകളുടെ പടുകുഴിൽ അകപ്പെടേണ്ട വേളയിൽ ആ കർത്തൃദിവസത്തിന്റെ പകൽ തൻ്റെ ജീവിതത്തിന്റെ അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കൃപയെ ധ്യാനിച്ചുകൊണ്ട് കർത്തൃദിവസത്തിന്റെ പകല് അവൻ ആത്മാവിൽ വിവശനായി തീർന്ന ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ താൻ ഏകനായി ശിക്ഷിച്ചപ്പോൾ കർത്തൃദിവസത്തിന്റെ പകൽ ആത്മവിവശതയിൽ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്വർഗീയ രൂപം തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നപ്പോൾ 7 നക്ഷത്രങ്ങൾ വലങ്കരങ്ങളിൽ പിടിച്ചവനായി, 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിൽ നടക്കുന്നവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശ്യവനായ യേശു ക്രിസ്തുവിന്റെ ദിവ്യമുഖം, ദിവ്യ സാന്നിധ്യം വെളിപ്പെട്ട് വന്നപ്പോൾ നാം അവിടെയും വായിച്ച് കേൾക്കുന്നത്, അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, തനിച്ചിരിക്കുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ, നിരാശയുടെ അനുഭവങ്ങളിൽ, ഒരുപക്ഷെ നാം ഏകനാണ് എന്ന് ചിന്തിക്കുന്ന വേളകളിൽ, അല്ലെങ്കിൽ കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ല എന്ന് ഭയപ്പെടുന്ന വേളകളിൽ, സങ്കടപ്പെടുന്ന വേളകളിൽ, ഇന്ന് രാവിലെ അരുമനാഥന്റെ ദിവ്യ ശബ്ദം മുഴങ്ങിക്കേൾക്കട്ടെ. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് കാണുവാൻ ഈ ഒറ്റപ്പെടലിന്റെ അവസ്ഥ ഒരുപക്ഷെ ദൈവം ഒരുക്കുന്ന ഒരു വലിയ ഭാഗ്യപദവിയായി തീർക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് എന്ന് വിശ്വസിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ജീവിതത്തിന്റെ നിരാശയുടെ വേളകളിൽ, തകർച്ചയുടെ വേളകളിൽ, ദുഃഖത്തിന്റെ വേളകളിൽ, ജീവിതത്തിന്റെ ശപിക്കപ്പെട്ടു എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ഇരുട്ടിന്റെ യാമങ്ങളിൽ
ഘോരമായ അന്ധകാര പൂരിതമായ അവസ്ഥകളിൽ ഈ രാവിലെ യേശുക്രിസ്തുവിന്റെ വചനം നമ്മൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാവിലെ അവൻ ജീവിതത്തിൽ ഞാനൊരു ഇരുട്ടിന്റെ മധ്യത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, അവൻ തകർച്ചയുടെ നടുവിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ, ഒരു അന്ധകാരത്തിന്റെ അനുഭവത്തിൽ കൂടി എന്റെ യാത്ര തുടരുകയാണെങ്കിൽ, നീതിസൂര്യനായ കർത്താവിന്റെ സ്വർഗീയ തിരുമുഖം എന്റെ മേൽ പ്രകാശിക്കുന്നത് ആത്മാവിൽ കാണുവാൻ അഭിഷേകത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ പ്രിയമുള്ളവരെ, യേശുവിന്റെ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞു തുളുമ്പട്ടെ. ആ സ്വർഗീയ തിരുമുഖം നമ്മെ പ്രകാശിക്കുന്നത്, സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീരട്ടെ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. പ്രിയമുള്ളവരെ, നാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. യാക്കോബ് ഒരിക്കൽ അപ്പന്റെ അനുഗ്രഹമൊക്കെയും പ്രാപിച്ച്, അത് ഉപായത്താൽ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അപ്പന്റെ അനുഗ്രഹവും പ്രാപിച്ച് തന്റെ യാത്ര, തന്റെ ശുഭയാത്ര താൻ മുൻപോട്ട് പോകുന്ന വേളയിൽ പെട്ടെന്ന് വഴിമധ്യത്തിൽ വെച്ച് സൂര്യൻ അസ്തമിക്കൊണ്ട് താൻ അവിടെ രാപാർത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനുഗ്രഹമൊക്കെയും പ്രാപിച്ച് മുൻപോട്ട് പോയ യാക്കോബിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് വഴിമധ്യത്തിൽ സൂര്യൻ അസ്തമിച്ചു. ലോകപ്രകാരം നമ്മൾ ചിന്തിക്കുന്ന ഒരു ദൈവിക ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. ഈ ലോകത്തിന്റെ നന്മയോ ഈ ലോകത്തിന്റെ അനുഗ്രഹമോ ഒക്കെ പ്രാപിച്ചു എന്ന് ചിന്തിച്ച് നാം മുൻപോട്ട് പോകുന്ന വഴിത്താരയിലും ഒരുപക്ഷെ സൂര്യൻ അസ്തമിക്കാം. ജീവിതത്തിന്റെ നന്മയുടെ സൂര്യൻ അസ്തമിക്കാം, അനുഗ്രഹത്തിന്റെ സൂര്യൻ അസ്തമിക്കാം, ഉയർച്ചയുടെ സൂര്യൻ അസ്തമിക്കാം. പല നന്മകളും തടസ്സപ്പെട്ടു നിൽക്കുന്ന കാഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ അസ്തമിച്ച സൂര്യന്റെ നടുവിൽ യാക്കോബ് ചെയ്തതായ ഒരു ദൈവിക പ്രവൃത്തി എന്നെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. താൻ ആ സൂര്യൻ അസ്തമിച്ച രാത്രിയിൽ താൻ അവിടെ വഴിമധ്യത്തിൽ വെച്ച് തന്നെ അവൻ ഒരു തലയണയായി കല്ല് എടുത്ത് ആ രാത്രി അവനവിടെ കിടന്നുറങ്ങി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആ രാത്രിയിൽ കല്ല് തലയണയെ വെച്ച് അവൻ കിടന്നുറങ്ങിയ ആ ശുഭരാത്രിയിൽ അവൻ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി കാണുകയും ദൈവത്തിന്റെ ദൂതന്മാർ കയറി ഇറങ്ങുന്ന കാഴ്ച കാണുകയും ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട് എന്നും ഇത് വാസ്തവമായും യഹോവ ഈ സ്ഥലത്തുണ്ടെന്നും ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ ദൈവ സാന്നിധ്യം നുകരുന്നതിനെ കുറിച്ചൊക്കെയും നമ്മൾ വായിച്ച് കേൾക്കുന്നു. പലപ്പോഴും പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, യാക്കോബിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു എന്ന് നാം വായിക്കുമ്പോൾ അവിടെ ആ രാത്രി താൻ കിടന്നുറങ്ങുവാൻ ശ്രമിച്ച വേളയിൽ വഴി അരികെ കണ്ട ഒരു കല്ലിനെ താൻ അഭയം പ്രാപിച്ച് ആ കല്ലെടുത്ത് താൻ തലയണയായി തൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ച്, തൻ്റെ ശിരസിനോട് ചേർത്ത് വെച്ച് താൻ കിടന്നുറങ്ങി എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തി. കാരണം യാക്കോബേ, നിനക്ക് മനോഹരമായ 2 കരങ്ങളുണ്ട്. വഴിയിറമ്പിൽ നീ യാത്ര തുടരുമ്പോൾ അവ ഉറങ്ങേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിനക്കൊരുപക്ഷെ നീ കൊണ്ടു നടക്കേണ്ട ഒരു തലയണ നിന്റെ കയ്യിൽ ഇല്ല എങ്കിൽ നിനക്ക് മനോഹരമായ മാർദ്ദവമുള്ള 2 കരങ്ങൾ സർവീസിന് നിനക്ക് ദാനമായി നൽകി തന്നിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഡൽഹിയിൽ ഞങ്ങളുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പലപ്പോഴും കരണ്ടൊക്കെ പോകുന്ന സമയത്ത് വീടിൻ്റെ ടെറസിൽ ഞങ്ങൾ അല്പം കാറ്റുമൊക്കെ കിട്ടി കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് തലയണൊന്നും ഞങ്ങൾ പെറുക്കിക്കൊണ്ട് പോകാറില്ല. എന്നാൽ ഒരു പാ വിരിച്ച് ആ ടെറസിന് മേലെ കിടക്കുമ്പോൾ മനോഹരമായ നമ്മുടെ കൈകൾ ഇടത് സൈഡ് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഇടത്തെ കൈയോ വലത് സൈഡ് ചെരിഞ്ഞു കിടക്കുമ്പോൾ വലത്തെ കൈയോ ചേർത്ത് വെച്ചാണ് കിടന്നുറങ്ങാറുള്ളത്. കാരണം ആ ഉറക്കത്തിന് അതിൻ്റെതായ ഒരു സുഖമുണ്ട്. അപ്പോൾ യാക്കോബ് മനുഷ്യൻ ആരും ചുമപ്പാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏറ്റവും കട്ടിയുള്ളതായ ഈ കല്ലിനെ തന്നെ തലയണയാക്കി വെച്ച് കിടന്നുറങ്ങാൻ കാരണമെന്ത് എന്ന് ഞാനൊന്ന് ചിന്തിപ്പണിയായിരുന്നു. അക്ഷരികമായിട്ട് അവനൊരു കല്ലിനെ തലയണയാക്കി വെച്ച് കിടന്നുറങ്ങി എന്നത് സത്യമെങ്കിലും എൻ്റെ ഹൃദയത്തിനകത്ത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ആത്മീയ സത്യം കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് അവൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാനിതിൽ കൂടി കണ്ടെത്തിയൊരു സത്യം, അവൻ തൻ്റെ ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിച്ച ആ രാത്രിയിൽ ലോകപ്രകാരം തനിക്ക് ലഭിക്കാമായിരുന്ന നന്മകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അസ്തമിച്ചു പോയോ എന്ന് ചിന്തിക്കുന്ന ആ നിരാശയുടെ രാത്രിയിൽ താൻ കിടന്നുറങ്ങിയത് അക്ഷരികമായി ഒരു കല്ലിനെ തലയണയാക്കി വെച്ചുകൊണ്ടല്ല എന്ന് ചിന്തിപ്പാനാണ് ദൈവാത്മാവ് എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. കാരണം ആത്മീയ അർത്ഥത്തിൽ നാം വായിക്കുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ക്രിസ്തുവെന്ന മൂലക്കല്ലിലത്രേ ആ രാത്രി താൻ തലയണയായി വെച്ച് കിടന്നുറങ്ങാൻ ഇടയായി തീർന്നത് എന്ന് വിശ്വസിപ്പാനാണ് എനിക്ക് പലപ്പോഴും പ്രത്യാശ, എനിക്ക് പലപ്പോഴും ധൈര്യമായി തോന്നുന്നത്. കാരണം ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ, പ്രതീക്ഷകളുടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ, നന്മയുടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ, അനുഗ്രഹത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇന്നും തലചായ്ച്ച് കിടന്നുറങ്ങുവാൻ ഒരടിക്കപ്പെട്ട പാറ നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ യുഗങ്ങളുടെ പാറയായ, അടിക്കപ്പെട്ട പാറയായ, തകർക്കപ്പെട്ട
പാറയായ ക്രിസ്തുവിൽ തലചായ്ച്ച് കിടന്നുറങ്ങുന്ന ജീവിതങ്ങൾ അവൻ ആശ്വാസം പ്രാപിക്കും. അവർ സ്വർഗത്തോളം എത്തുന്ന ഗോവണി കാണുവാൻ ഇടയായി തീരും. ദൈവദൂതന്മാർ അതിൽ കയറിറങ്ങുന്ന കാഴ്ച കാണുവാൻ ഇടയായി തീരും. ഈ പകൽ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിച്ച് ഉണർത്തുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വസ്ഥത തകർക്കുന്ന രാത്രികൾ വരുമ്പോൾ, സമാധാനം കെട്ടുപോകുന്ന രാത്രികൾ വരുമ്പോൾ, ആമേൻ, ജീവിതത്തിന് നന്മയുടെ സൂര്യൻ അസ്തമിച്ചു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തലചായ്ച്ച് കിടന്നുറങ്ങുവാൻ അരുമനാഥന്റെ സാന്നിധ്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അവന്റെ നെഞ്ചിലെ ചൂടേറ്റ് അവന്റെ സാന്നിധ്യം നുകർന്ന് അവന്റെ വലങ്കരങ്ങളിലെ തലോടൽ അനുഭവിച്ച് ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ ആ കൃപയുടെ ആഴങ്ങളിൽ കിടന്നുറങ്ങുവാൻ കൃപ ലഭിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത്. ആമേൻ. ദൈവാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ യഥാർത്ഥമായ ഭക്തിയോടെ വിശുദ്ധിയോടെ തന്റെ ജീവിതത്തെ മുൻപോട്ട് ഗമിപ്പിക്കുന്ന ഒരു ഭക്തന് ഇപ്രകാരമുള്ള സമാശ്വാസം അവിടുത്തെ വചനത്തിൽ കൂടി പ്രാപിപ്പാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എനിക്ക് തലചായ്ച്ച് കിടന്നുറങ്ങുവാൻ അടിക്കപ്പെട്ട പാറയായ, യുഗങ്ങളുടെ പാറയായ എൻ്റെ കർത്താവ്, എൻ്റെ യേശു എന്നോടൊപ്പമുണ്ട്. ഞാൻ പലപ്പോഴും ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ട്. തലയണയിൽ കൂടിയാണ്, തലയണ വെക്കുമ്പോൾ തൻ്റെ തലയ്ക്കകത്തെ ഭാരങ്ങൾ തലയണയാണ് വഹിക്കുന്നത്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, അവൻ യേശു ക്രിസ്തു നമ്മുടെ ഭാരം വഹിപ്പാൻ മതിയായ ദൈവമാണ്. തലയണയായിട്ട് അവൻ്റെ സന്നിധിയിൽ തലചായ്ച്ച് കിടന്നുറങ്ങുമ്പോൾ അവൻ നമ്മെ അലട്ടുന്ന സകല ഭാരങ്ങളും, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന സകല ഭാരങ്ങളും, നമ്മുടെ ഹൃദയത്തിന്റെ സകല നൊമ്പരങ്ങളും, നാം ഒരു അമ്മയുടെ മടിയിൽ ഒരു ഓമന കുഞ്ഞ് കിടന്നുറങ്ങുന്നത് പോലെ അവന്റെ തിരുസന്നതിയിൽ അവന്റെ മാർവിടത്തിൽ നമ്മുടെ തല ചേർത്ത് വെച്ച് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളും, നമ്മുടെ ഭയങ്ങള്, നമ്മുടെ ഭീതികള്, നമ്മുടെ ആകുലതകള്, നമ്മുടെ നിരാശകള്, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ളതായ എല്ലാ സംശയ വിചാരങ്ങളും ആ ക്രിസ്തുവാകുന്ന പാറയിൽ ഇറക്കി വെച്ച് ആശ്വാസത്തോടെ കിടന്നുറങ്ങുവാൻ, ആശ്വാസത്തോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാ സഹായിക്കട്ടെ. അങ്ങനെ ആ പാറയിൽ അന്ന് രാത്രി യാക്കോബ് ആ തലയണയായി ആ കല്ല് കണ്ട് കിടന്നുറങ്ങിയ രാത്രിയിൽ അവൻ സ്വർഗത്തോളം എത്തുന്ന ആ ദർശനം കണ്ടു. ഈ ദിവസങ്ങളിൽ ചില സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ ദൈവത്തിന്റെ ദൂതന്മാര് അവൻ ആകാശമണ്ഡലത്തിൽ നിന്ന് കയറി ഇറങ്ങുന്ന കാഴ്ച കാണുവാൻ, സ്വർഗത്തോളം എത്തുന്ന ഗോവണി കാണുവാൻ, ദൈവ സാന്നിധ്യം കാണുവാൻ, യഹോ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അതറിഞ്ഞില്ല എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാ നമ്മെ സഹായിക്കട്ടെ. എന്നാൽ എൻ്റെ ചിന്താവിഷയം പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ജീവിതത്തിൽ ആ അസ്തമിച്ച സൂര്യൻ 28-ാം അധ്യായത്തിൽ നാം വായിച്ചു, അവനൊരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. തുടർന്ന് അവൻ കല്ല് തലയണയാക്കി വെച്ച് കിടന്നുറങ്ങി. എന്നാൽ അതിനുശേഷം നാം 28, 29, 30, 31 അധ്യായങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകം വായിച്ച് മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചതിനെ കുറിച്ച് പിന്നീട് നമ്മൾ കാണുന്നില്ല. എന്നാൽ 32-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വേദഭാഗത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 31. അവൻ പെനിയിൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. അപ്പോൾ ഉൽപ്പത്തി 28-ൽ അസ്തമിച്ച സൂര്യൻ 28, 29, 30, 31 അധ്യായങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നാം ഇപ്പോൾ വായിച്ച 32-ാം അധ്യായത്തിന് 31-ാമത്തെ വേദഭാഗത്തിൽ നാം ഇങ്ങനെ വായിച്ചു കേട്ടു, അവൻ പെനിയിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. പ്രിയമുള്ളവരെ, ഈ 4-5 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന യാക്കോബിന്റെ ജീവിതം സംഭവ വിപുലമാണ്. ദിനരാത്രങ്ങൾ, മാസങ്ങൾ, ഒരുപക്ഷെ വർഷങ്ങൾ കൊഴിഞ്ഞു വീണ സംഭവവിപുലമായ ഒരു യാത്ര ഉൽപ്പത്തി 28 മുതൽ 31 വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ഒന്നും സൂര്യൻ ഉദിച്ചില്ല എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു തെറ്റാണ് എന്ന് നമുക്കറിയാം. കാരണം ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ട്. പകൽ 12 മണിക്കൂർ, രാത്രി 12 മണിക്കൂർ. അപ്പോൾ രാത്രിയിൽ സൂര്യൻ അസ്തമിച്ചത് സത്യമെങ്കിൽ നിശ്ചയമായും അടുത്ത 12 മണിക്കൂറിൽ അത് ഉദിച്ചേ മതിയാകത്തുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ അക്ഷരികമായ ഒരു സൂര്യൻ ഉദിച്ചതും അക്ഷരികമായ സൂര്യൻ അസ്തമിച്ചതും ചരിത്രമല്ല വിശുദ്ധ ബൈബിളിൽ കൂടി ദൈവാത്മാവ് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അരൂപി, ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചുണർത്തുന്നത്. ഇവിടെ നാം വായിച്ചത് അവൻ പെനിയിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യൻ 28-ാം അധ്യായത്തിൽ അസ്തമിച്ച സൂര്യൻ 32-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അത് പെനിയിൽ കടന്നപ്പോൾ ഉദിപ്പിച്ചു എന്ന ദൈവവചനം വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇത് നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിച്ചു എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വന്നാൽ, ചില അധ്യായങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു വന്നേക്കാം. എന്നാൽ അസ്തമിപ്പിച്ചതിനെ ഉദിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അസ്തമിച്ചുവെന്ന് ലോകം വിധി എഴുതുന്നത്, നിന്റെ ജീവിതത്തിൽ നന്മ അസ്തമിച്ചുവെന്ന് പിശാച് മന്ത്രിക്കുന്നത്, നിന്റെ ജീവിതത്തിന്റെ സൗഖ്യം, ആരോഗ്യം, സന്തോഷം, സമാധാനം, ഉയർച്ചകൾ അസ്തമിച്ചുവെന്ന് രാവും പകലും വെല്ലുവിളിക്കുന്ന ചില അനുഭവങ്ങളിൽ കൂടി ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധന്മ പറയുന്നു, അസ്തമിച്ച നന്മകളെ ഉദിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അസ്തമിച്ച അനുഗ്രഹങ്ങളെ ഉദിപ്പിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യനെ പെനിയിൽ കടന്നപ്പോൾ ഉദിപ്പിച്ച കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ നിങ്ങൾ ശക്തിയോടെ വ്യാപരിക്കുമാറാകട്ടെ. ഈ വചനത്തിൽ കൂടി അത് പകരുമാറാകട്ടെ. അത് ജീവന്റെ വചനമായി വ്യാപരിക്കുമാറാകട്ടെ. അത് വിടുതലായി തീരട്ടെ. അത് ആശ്വാസമായി ഭവിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഒന്നും അസ്തമിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അസ്തമിച്ചതെന്തോ അത് ഉദിപ്പിക്കുവാൻ ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി ആത്മാവിൽ കണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിച്ചുവെന്ന് ഈ ദിവസങ്ങളിൽ എനിക്കെതിരെ ശത്രുവായ പിശാച് ഉന്നം വെച്ച് മാനസികമായി തകർക്കുവാൻ പലതും സംസാരത്തിൽ മാനസികമായി തളർത്താൻ നോക്കിയ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അസ്തമിച്ചതിനെ ഉദിപ്പിക്കുവാൻ ശക്തനായവൻ എന്നിൽ വെളിപ്പെടുന്ന സുദിനം ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കാണുന്നു. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറകളെ തുറപ്പിക്കുന്നവന്റെ കരം. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറകളെ തുറപ്പിക്കുന്നവന്റെ കരം ശക്തിയോട് നിന്നിൽ ചലിക്കുമ്പോൾ അസ്തമിച്ച നന്മകളെ ഉദിപ്പിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ സാന്നിധ്യം നിന്നിൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ സ്തോത്രം, നിന്റെ നന്മകളെ മുടക്കുന്ന, നിന്റെ ജീവിതത്തിന് അനുഗ്രഹങ്ങളെ തടയുന്ന, ജീവിതത്തിന് മേല് എല്ലാം അസ്തമിച്ചു, ഇതോടെ നീ തീർന്നു, വട്ടപൂജ്യം എന്ന വിധിയെഴുത്തുകളെ തിരുത്തി കുറിക്കുന്ന ഒരു കർത്താവിനെ എത്രേ നാം ഈ രാവിലെ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ വിരുദ്ധമായ കൈരേഖയെ തിരുത്തി കുറിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ വിരുദ്ധമായ കൈയെഴുത്തുകളെ തിരുത്തി കുറിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ സ്തോത്രം ഭാവി ഇരുളടഞ്ഞാക്കി തീർക്കുമെന്ന് പറയുന്ന വാതുകെട്ടുന്ന മണ്ഡലങ്ങളെ തിരുത്തി കുറിക്കുന്നതിനായ ഒരു ദൈവം. ഇന്ന് രാവിലെ സ്തോത്രം ചതഞ്ഞ ഓടയെ ഒടിക്കാത്തൊരു ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്തൊരു ദൈവം നമ്മൾ ശക്തിയോടെ ചലിക്കുമാറാകട്ടെ. അവന്റെ സാന്നിധ്യം നമ്മളിൽ വ്യക്തമായി വെളിപ്പെടുമാറാകട്ടെ. അസ്തമിച്ചതിനെ ഉദിപ്പിക്കുന്നവന്റെ കരം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പൗലോസിന്റെ കപ്പൽ യാത്രയിൽ അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുന്നു, 27-ാം അധ്യായത്തിൽ വായിക്കുന്നു, തന്നെയും തന്നോടൊപ്പം കപ്പലിൽ സഞ്ചരിക്കുന്നവരെയും കുറിച്ച് നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയ്ക്കുകയും അറ്റുപോയ ചില രാത്രികൾ. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ജീവിതത്തിൽ പോലും ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ ജീവിതത്തിൽ ശൂലം പ്രാപിക്കത്തക്ക നിലയിൽ കടന്നുപോയ പൗലോസ്, അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീർന്ന പൗലോസ്, അനേക ജീവിതങ്ങളെ വിടുവിപ്പാൻ ദൈവം കരങ്ങളെടുത്ത പൗലോസ്, ആ പൗലോസിന്റെ ജീവിതത്തിലും സൂര്യനെ കാണാത്ത ചില നാളുകൾ, വളരെ നാളായി 1, 2, 3, 4 എന്നെണ്ണിക്കഴിഞ്ഞ തീരാത്ത ദിനങ്ങൾ, എണ്ണിയ തീരാത്ത ചില ദിനങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. സൂര്യനെ കാണാത്ത, വിടുതൽ കാണാത്ത, നന്മ കാണാത്ത ചില വർഷങ്ങൾ, ചില മാസങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ കർത്താവ് എന്നെ കൈവിട്ടുവോ എന്ന് പലപ്പോഴും ചിന്തിക്കത്തക്ക നിലയിൽ നിരാശകൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വന്ന് എന്റെ ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിച്ചു പോയോ, എന്റെ നന്മയുടെ സൂര്യൻ അസ്തമിച്ചു പോയോ, അതിനെ ഒരിക്കലും ഉദിക്കത്തില്ലയോ എന്ന് സംശയിക്കുന്ന ചില വേളകൾ നമ്മുടെ ഹൃദയത്തിൽ ഇന്നിരവ അലട്ടുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ അപ്രകാരം ചിന്ത ഭരിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, അസ്തമിച്ച സൂര്യനെ ഉദിപ്പിക്കുന്നതിന്റെ കരം ശക്തിയോടെ നിന്നെ ചലിക്കുന്ന സുദിനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭം കുറിക്കുന്നത്. വളരെ നാളായി സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാത്ത ആ മണ്ഡലത്തിൽ കപ്പൽ യാത്രയിൽ പൗലോസിനോട് ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് പറയുന്നൊരു ദൂതമുണ്ട്, പൗലോസേ നീ ഭയപ്പെടരുത്, നിന്നോട് കൂടെ ഉള്ളവരെ ഒക്കെയും ഞാൻ നിനക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നു. നീ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നീ നിൽക്കേണ്ടതാകുന്നു. നിന്നെ നിർത്തേണ്ട സ്ഥലം എൻ്റെ ദൈവത്തിനറിയാം, നിന്നെ നിർത്തേണ്ട പൊസിഷൻ എൻ്റെ ദൈവത്തിനറിയാം. അതിനുള്ള ടൈം എൻ്റെ കർത്താവ് കുറിച്ച് വെച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാകയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരു നാളും വഴിയിൽ നമ്മെ തള്ളിക്കളഞ്ഞ ദൈവമല്ല. അവൻ നിശ്ചയമായും മറുകരയുടെ തീരത്ത് നമ്മെ കൊണ്ട് എത്തിക്കുന്ന ദൈവമാണ്. ആ കരങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിതയാത്ര തുടരുന്ന ദൈവമേ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ, ചില വിടുതലുകൾ കാണാതെ, ചില നന്മകളെ കാണാതെ, ചില ദൈവപ്രവൃത്തികളെ കാണാതെ, സങ്കടത്തിലും നിരാശയിലും കൈപ്പിലും വേദനയിലും നീ സഞ്ചരിക്കുകയാണോ? ദൈവത്തിന്റെ ആത്മാവ് കർശനമായി പറയുന്നു, ആത്മാവിൽ ശക്തിയോടെ പറയുന്നു, സ്തോത്രം, അസ്തമിച്ച നന്മയെ ഉദിപ്പിക്കുന്നതിന്റെ കരം ഇന്ന് രാവിലെ നിന്നെ വെളിപ്പെടാൻ പോകുകയാണ്. അത് ശക്തിയോടെ നിന്നെ വ്യാപരിക്കാൻ പോകുകയാണ്. ഈ നിമിഷം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു പറയുന്നു, അസ്തമിച്ചതിനെ ഉദിപ്പിക്കുന്നവൻ യാക്കോബ് പെനിയിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചതുപോലെ നിന്റെ ജീവിതയാത്രയിൽ സ്തോത്രം, ഒരു അനുഗ്രഹത്തിന്റെ സൂര്യൻ
സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങൾ, ഒരു വിടുതലിന്റെ സൂര്യൻ, ഒരു നന്മയുടെ സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങൾ, അതിനാരംഭം ഇന്ന് രാവിലെ വചനത്തിനു മുമ്പാകെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നു. അത് നിങ്ങൾ വ്യക്തമായി വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. യഹോവയായ ദൈവം അവൻ സൂര്യനാണ്, പരിചയാണ്. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. പ്രിയമുള്ളവരെ, ഒരു വേദഭാഗം കൂടി നമുക്കതിനോട് ചേർന്ന് ചിന്തിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വേദഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വേദഭാഗ്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്: എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടി ഉദിക്കും. പ്രിയമുള്ളവരെ, നാം ഇതുപോലെ വായിച്ച് കേൾക്കപ്പെട്ട ദൈവവചനം നമ്മുടെ കർത്താവ് ആമേൻ സൂര്യനായ ക്രിസ്തു, നീതി സൂര്യനായ ക്രിസ്തു. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, അവിടുന്ന് അവൻ അസ്തമിച്ച സൂര്യനെ ഉദിപ്പിക്കുന്നതിനായി നമ്മൾ ശക്തിയോടെ വ്യാപരിപ്പാനിടയായി തീരട്ടെ. അതിലുപരിയായി അവൻ നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ കപ്പൽ യാത്രയിൽ, അവൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പാതകളിലും അവൻ അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്നത്, വളരെ നാളെ സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ മാനസികമായി തകർന്നിരിക്കുന്ന വേളകളിൽ അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് തന്റെ ദൂതറിയിക്കട്ടെ, എന്നെ ഉണർത്തുന്നവൻ, എന്റെ ജീവിതത്തിൽ അസ്തമിച്ച നന്മകളെ അവൻ ഉദിപ്പിക്കുന്നവൻ, ശക്തിയോടെ എന്നെ വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുവെന്ന്. തുടർന്ന് നമ്മൾ വായിച്ചത്, അവൻ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു, അവിടെ നമ്മുടെ നീതി സൂര്യനായ കർത്താവ് എന്നത് സത്യമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം അതിശക്തിയോടെ ഇന്ന് രാവിലെ നമ്മൾ വ്യാപരിപ്പനടയായി തീരട്ടെ. അത് രോഗസൗഖ്യമായി, അത് ആശ്വാസമായി, അത് വിടുതലായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ വായിച്ചത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. ഈ രാവിലെ യഹോവയായ ദൈവം സൂര്യനാണ്, പരിചയാണ് എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ അവന്റെ മുഖ സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് ആത്മാവിൽ കാണുക. നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ, ആ അഭിഷേകം നിങ്ങൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആമേ പരിശുദ്ധമായി പറയുന്നു, അവൻ നീതി സൂര്യനായ ക്രിസ്തുവായി അവന്റെ മുഖ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അനുഭവത്തിൽ നിന്റെ ജീവിതത്തിൽ ശക്തിയോടെ വ്യാപരിച്ച് കഴിയുമ്പോൾ നിന്റെ ശരീരത്തിന്മേൽ ആമേ കടന്നു വന്നിരിക്കുന്ന രോഗബന്ധന കെടുതികൾ ഇന്ന് രാവിലെ അഴിഞ്ഞു മാറും. കാരണം യേശു ക്രിസ്തുവിന്റെ വചനം പറയുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ നീതിസൂര്യനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലേക്ക് പകരുവാൻ ദൈവജനമേ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടെ നമ്മുടെ ശരീരത്തിൽ ഉദിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരം മാസകല ഉള്ളങ്കാലും ഉച്ചുവരെയും രോഗ സൗഖ്യത്തിന്റെ ശക്തി പകരുവാൻ, അത് വിടുതലായി തീരുവാൻ, അത് നമ്മുടെ അസ്ഥി മജ്ജകളെ ബലപ്പെടുത്തുന്നതായി തീരുവാൻ, നമ്മുടെ ശരീരാത്മദേഹികളെ ശക്തീകരിക്കുന്നതായി തീരുവാൻ കർത്താവ് യേശുവിന്റെ വചനം നമ്മൾ വ്യാപരിക്കട്ടെ. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഈ വചനം വിടുവിക്കുന്ന വചനമാണ്, ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്. ഇതിന്മേല് നാം അറിയാതെ പകരുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ആ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവവചനത്തിന് അത് സൗഖ്യമായി, വിടുതലായി, ആശ്വാസമായി തീരുമല്ലോ. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിക്കുന്നവൻ, നമ്മുടെ വേദനകളെ ചുമക്കുന്നവൻ, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ ഈ രാവിലെ നമ്മൾ ശക്തിയോടെ തന്റെ വചനവുമായി കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. യഹോവ റാഫയായി നമ്മൾ വ്യാപരിക്കുമാറാകട്ടെ. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ നിന്റെ ശരീരത്തിലേക്ക് ഉദിക്കുന്ന പകലായി തീരട്ടെ. നിന്നെ അലട്ടുന്ന രോഗബന്ധനം അതെന്തോ ആകട്ടെ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചു പറയുന്നു, നീതി സൂര്യന്റെ തങ്ക കിരണങ്ങൾ, നീതി സൂര്യന്റെ തങ്ക കിരണങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് പകരപ്പെടുമ്പോൾ, അത് അസ്ഥി മജ്ജകളിലേക്ക് വ്യാപരിക്കുമ്പോൾ, അത് നാഡീഞരമ്പുകളിലേക്ക് ചൊരിയപ്പെടുമ്പോൾ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ ആഴങ്ങൾ, ശരീരത്തിന്റെ ആഴങ്ങൾ, രോഗത്തിന്റെ ഭാഗങ്ങൾ ഇന്ന് രാവിലെ സ്വർഗം അത് കടത്തിവിട്ട് നിനക്ക് വിടുതലായി സൗഖ്യമാക്കി തീർക്കുവാൻ കർത്താവിന്റെ ആ ഡിവൈൻ പ്ലാൻ വ്യക്തമായി വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ജീസസ്. യേശുവിന്റെ ആ സൂര്യശോഭയുള്ള കിരണങ്ങൾ, നീതിസൂര്യനായ കർത്താവിന്റെ തങ്ക കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പകരട്ടെ. അതിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു വാക്യം കൂടി വായിച്ച് കടന്നു പോകട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വേദഭാഗം. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്ത് നിന്ന് പുറപ്പെടുന്നു, അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു.
സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനമായി കർത്താവിന്റെ തിരുസന്നിധിയിൽ കടന്നു വരുന്ന ദൈവമേ, അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യപ്രകാശം പോലെ ഒരു ശോഭ നിന്റെ നയനങ്ങളിൽ, ആന്തരിക നയനങ്ങളിൽ ഉളവായി വരുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഏകനായി പ്രാർത്ഥിച്ച യോഹന്നാന്റെ ജീവിതത്തിൽ അവന്റെ മുഖ സൂര്യനെ പോലെ പ്രകാശിക്കപ്പെട്ട സ്വർഗീയ കാഴ്ച കാണുവാൻ കൃപ ലഭിച്ചതുപോലെ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, സൂര്യശോഭ പോലെ ഒരു സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ജീവിതത്തിൽ ഉളവായി വരുന്നത്, ക്രിസ്തുവിന്റെ സ്വർഗീയ ശോഭ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവസിക്കുന്നത് ആത്മാവിൽ കാണുവാൻ നമുക്ക് കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്ത് നിന്ന് പുറപ്പെടുന്നു. ആ നീതിസൂര്യനായ കർത്താവിൽ നിന്ന് സ്വർഗീയ കിരണങ്ങൾ അവന്റെ പാർശ്വത്ത് നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. ആ കിരണങ്ങളിൽ, ആ സൂര്യശോഭയുടെ കിരണങ്ങളിൽ യേശു ക്രിസ്തുവാകുന്ന നീതിസൂര്യനാകുന്ന ആ സ്വർഗീയ സൂര്യന്റെ കിരണങ്ങളിൽ അവന്റെ വല്ലഭത്വം, ശക്തിയാക്കുന്ന വല്ലഭത്വം, സൗഖ്യമാക്കുന്ന വല്ലഭത്വം, വിടുവിക്കുന്ന വല്ലഭത്വം നിറഞ്ഞിരിക്കുന്നു. ആ കിരണങ്ങളിൽ ആശ്രയിക്കുന്നവർക്ക്, ആ കിരണങ്ങളിൽ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് അത് സൗഖ്യമായി തീരും. മെഡിക്കൽ സയൻസ് വളരെ വളർന്ന ഒരു തലമുറ നാം ജീവിക്കുന്നത്. ഈ തലമുറയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു രോഗം എത്ര ക്യാൻസർ എന്ന് നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ഈ ക്യാൻസറിന്റെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഒരു ട്രീറ്റ്മെന്റിലേക്ക് കടന്നു പോകുമ്പോൾ കീമോതെറാപ്പി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഈ കീമോയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരമായ ചില എക്സ്റേ കിരണങ്ങൾ, പ്രത്യേകമായ ചില എക്സ്റേയുടെ കിരണങ്ങൾ ആ ക്യാൻസർ ബാധിച്ച ശരീരഭാഗത്തേക്ക് കടത്തിവിട്ട് ആ ക്യാൻസറിനെ കരിച്ചു കളയുന്നത് മെഡിക്കൽ സയൻസിന്റെ വളർച്ചയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയട്ടെ, ഈ ലോകത്തിന്റെ കണ്ടുപിടുത്തമായ മെഡിക്കൽ സയൻസിന്റെ കണ്ടുപിടുത്തമായ ആ എക്സ്റേ കിരണങ്ങൾക്ക് ആ ശരീരത്തിൽ അസുഖം ബാധിച്ച ഭാഗത്ത്, അർബുദം ബാധിച്ച ഭാഗത്ത് ആ എക്സ്റേ കിരണങ്ങൾ കീമോതെറാപ്പിയിൽ കൂടി അത് പകർന്നു കഴിയുമ്പോൾ ആ ഭാഗത്തെ അസ്വസ്ഥതകൾ, ആ ഭാഗത്തെ ക്യാൻസറിന്റെ ഭാഗങ്ങൾ അത് കരിച്ചു കളയുവാൻ ശക്തി ഈ ലോകത്തിന്റെ കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ, ആ എക്സ്റേ കിരണങ്ങളുടെ ശക്തികൾക്ക് ആ ക്യാൻസറിനെ കരിപ്പാനുള്ള പവർ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു പറയട്ടെ, സൂര്യശോഭ പോലെ സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം നിറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവാകുന്ന നീതി സൂര്യനാകുന്ന ക്രിസ്തുവിന്റെ കിരണങ്ങൾ ഇന്ന് രാവിലെ ശരീരത്തിലേക്ക് പകരുമ്പോൾ കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നത് ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ അവന്റെ വല്ലഭത്വം നിറഞ്ഞിരിക്കുന്നു. അത് സൗഖ്യമായി തീരുക. എക്സ്റേ കിരണങ്ങൾ പോലെ കീമോതെറാപ്പിയിൽ കരിച്ചു കളയുന്ന പോലെ നമ്മുടെ ശരീരത്തിനെ പടർന്നിരിക്കുന്ന രോഗബന്ധനങ്ങളെ കരിക്കുവാൻ ശക്തിയുള്ള എൻ്റെ യേശുവിന്റെ സ്വർഗീയ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പകരുവാൻ, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഉള്ളങ്കൽ ഉച്ചുവരെയും പോരാടി നിൽക്കുന്ന രോഗങ്ങൾ, ക്ഷീണങ്ങൾ, തളർച്ചകൾ ഒക്കെ അസ്തമിച്ചു പോകുവാൻ, അത് കരിഞ്ഞു പോകുവാൻ, കത്തിച്ചാമ്പലാകുവാൻ ആ എക്സ്റേ കിരണങ്ങളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പകരുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ രക്ഷിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ അവസാനമായി പറഞ്ഞ് ഈ ഭാഗം നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കാൽവരി ക്രൂശ് മരണസമയത്ത് അക്ഷരികമായിട്ട് നമുക്കറിയാം, കർത്താവ് തന്റെ ജീവനെ വെടിഞ്ഞ വേളയിൽ ഈ ലോകത്തിന്റെ സൂര്യൻ, ഇന്ന് നമ്മൾ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടിട്ടാണ് ആരാധനയ്ക്ക് കടന്നു വന്നത്. ഈ ലോകത്തിന്റെ സൂര്യൻ അവന്റെ മരണം കണ്ട് നിൽക്കുവാൻ കഴിവില്ലാതെ അവന്റെ സൂര്യൻ അസ്തമിച്ചതിനെ കുറിച്ച് ചില മണിക്കൂറുകൾ വെളിച്ചം കൊടുക്കാതിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഒരു കാലഘട്ടം അങ്ങനെ വരാൻ പോകുന്നു. സൂര്യനും ചന്ദ്രനും ആവശ്യമില്ലാത്തൊരു കാലഘട്ടം. എന്റെ കർത്താവ് തന്നെ നീതി സൂര്യനായിട്ട് ശോഭയോടെ പ്രകാശിക്കുന്ന ഒരു സുദിനം. അതിനു വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുന്നവരുമേ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷമായി വെളിപ്പെടട്ടെ. ഒന്ന്, അവൻ ഉദയ നക്ഷത്രമായി തന്റെ സഭയ്ക്ക് വേണ്ടി കടന്നു വരും. മറ്റൊന്ന്, അവൻ നീതി സൂര്യനായി സകല ലോകത്തെയും ഭരിപ്പാൻ അവൻ എഴുന്നള്ളി പ്രകാശിക്കും. ഈ ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കുന്നത് യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെയും ഉദയ നക്ഷത്രമായി തൻ്റെ സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവിനെ മണവാട്ടിയാകുന്ന തിരുസഭ വേളി കഴിക്കുന്ന ഭാഗ്യദിനത്തെ
വെമ്പരോടും ആർത്തിയോടും കാത്തിരിക്കുന്ന ക്രിസ്തീയ സഭയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉദയ നക്ഷത്രമായി കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങൾ, 2 പതനങ്ങളുണ്ട് നമുക്കറിയാം. ആദ്യത്തെ ഘട്ടത്തിൽ ഒന്നാമത്തെ വരവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ വരവിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ അവൻ ഉദയ നക്ഷത്രമായി തന്റെ ജനത്തെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ കടന്നു വരുന്നു. അത് നക്ഷത്രം രാത്രിയിലാണ് പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വരവ് അവൻ രാത്രിയിൽ നനയാത്ത നിമിഷത്തിൽ അവൻ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഉദയ നക്ഷത്രമായി കടന്നു വന്ന് തന്റെ സഭയെ ചേർത്ത് മധ്യാകാശത്തിൽ പോയതിനു ശേഷം 7 വർഷം സഭയെ കാന്തയുമായി അമ്മ മധ്യാകാശത്തിൽ വേളി കഴിച്ച് അമ്മ സുന്ദരമായ അമ്മ ക്രിസ്തുവുമായുള്ള ബന്ധത്തില്, സ്നേഹത്തില്, സമാധാനത്തില്, അനുഗ്രഹത്തിൽ, ഐശ്വര്യത്തിൽ ജീവിച്ച് തുടർന്ന് പരസ്യമായി കർത്താവ് തന്റെ മണവാട്ടിയും കർത്താവ് തന്റെ തിരുസഭയും ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു സ്വർഗീയ സുദിനമുണ്ട്. അന്ന് നീതിസൂര്യനായ കർത്താവ് ഈ ഭൂമി വെളിപ്പെടും. സകല ലോകത്തെയും ഭരിപ്പാൻ, സകല രാജ്യങ്ങളെയും ഭരിപ്പാൻ ഒരു രാജാവ് നീതിയോടെ വാഴുവന്ന ആ വചനത്തിന്റെ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കുന്നത് ആമേ കുഞ്ഞാട് അതിന്റെ വിളക്കായി അവിടെ ശോഭിക്കും, രാത്രി അവിടെ ഒട്ടും ഇല്ലല്ലോ എന്ന് നാം വായിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല എന്ന് നാം കാണുന്നു. നാം ഇന്ന് രാവിലെ ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ യേശു കർത്താവ്, നമ്മുടെ യേശു ക്രിസ്തു ആമേൻ നീതിസൂര്യനായ ക്രിസ്തുവായി ഈ സകല ലോകത്തെയും ഭരിക്കുന്ന ഒരു രാജാതി രാജാവായി ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ കാലമാസന്നമായി. അന്ന് അവിടെ രാത്രി കാണത്തില്ല, അന്ന് അവിടെ നിരാശയുടെ രാത്രി കാണത്തില്ല, കഷ്ടതയുടെ രാത്രി കാണത്തില്ല, തകർച്ചയുടെ രാത്രി കാണത്തില്ല. ഇന്ന് രാവിലെ ആകയാൽ ഈ വചനത്തിൽ ഭാഗം കേൾപ്പിച്ചു കൊടുക്കാം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു എന്ന് ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. എന്റെ കഷ്ടതയുടെ രാത്രി, എന്റെ നിരാശയുടെ രാത്രി, എന്റെ തകർച്ചയുടെ രാത്രി എല്ലാം ഇന്ന് രാവിലെ അസ്തമിക്കുന്നു. ആമേൻ നീതി സൂര്യൻ ഉദിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. ഇന്ന് രാവിലെ വചനങ്ങളാൽ നമ്മുടെ കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത്രത്തോളം സമയം നിങ്ങളുടെ മധ്യത്തിൽ ജീവന്റെ വചനം നിൽപ്പാനായിട്ട് എന്റെ കർത്താവിനെ സഹായിച്ചതിന് സകല നന്മ, സകല മാനവും മഹത്വവും എന്റെ കർത്താവ് വിശുദ്ധമായ യേശു ക്രിസ്തുവിനെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ താണിരിക്കുന്നു. നമ്മുടെ കർത്താവ് എല്ലാവരും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.